സലാഡ് കുക്കുംബർ വിളവെടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ കയർപ്പുണ്ടെന്നുള്ളതാണ്. അപ്പം ആ കയർപ്പ് ഇല്ലാതാക്കാനായിട്ട് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് വേണമെന്ന് കാണിച്ചു തരാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിപ്പം കുക്കുംബറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പം കുക്കുംബർ നല്ല രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്നും ഇഷ്ടംപോലെ കായ്കൾ പിടിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം ടിപ്സുകളും ട്രിക്സുകളും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ഈ ടിപ്സും ട്രിക്സും ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കുംബർ വിത്ത് നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രോ ബാഗ് എടുക്കുക. നമ്മൾ നട്ടിരിക്കുന്നതായ ഏത് ഗ്രോ ബാഗ് ആയാലും മതി. ഇപ്പോൾ ഞാനിത് വെണ്ടയ്ക്ക നട്ടിരിക്കുന്ന ഗ്രോ ബാഗാണ്. അപ്പോൾ അതെല്ലാം വെണ്ടയ്ക്കയുടെ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ഊരി മാറ്റാം. അപ്പോൾ അത് ഊരി മാറ്റുമ്പോൾ നമുക്ക് ഇത്രയും മണ്ണിനകത്ത് നമ്മൾ ഇപ്പം പാകേണ്ട കാര്യമില്ല. കുറച്ച് മണ്ണ് നമുക്കങ്ങ് മാറ്റാം. ആ മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതൊക്കെ നേരത്തെ ട്രീറ്റ് ചെയ്തൊക്കെ മണ്ണൊക്കെ ആയതുകൊണ്ട് ഇനി എപ്പോഴും കുമ്മായി ഒന്ന് ട്രീറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം വിത്ത് പാകുമ്പോൾ നമുക്ക് ആ മണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ നാക്കി കൊടുക്കാം. ഗ്രോ ബാഗ് ഇങ്ങനെയൊക്കെ നാക്കിയതിന് ശേഷം നമുക്കിനി വിത്ത് പാകാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് മാറ്റിയ മണ്ണ് ഇവിടെ ഇരിപ്പുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ വേറെ ഗ്രോ ബാഗിനകത്തോട്ട് നമുക്ക് നിറയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഈ ചെടികൾ വളർന്ന് വരുമ്പം തന്നെ നമുക്ക് ഇതിനകത്ത് വളവും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി കുറച്ച് ചാണകപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മണ്ണിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്ത് അട്ടക്കുട്ടന്മാരൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വിത്തിന് നമുക്ക് ഒരു ഗ്രോ ബാഗിനകത്ത് 3 എണ്ണം വേണമെങ്കിൽ നടാം. ഡയറക്റ്റ് അങ്ങ് നട്ടാൽ പിന്നെ നമുക്ക് പറിച്ച് നടണമൊന്നുമില്ല. 3 എണ്ണം നടുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ പാകി വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഇതിനകത്തോട്ട് അങ്ങ് പാകി അങ്ങ് ഇടാം. പാകി വയ്ക്കാം. എന്നിട്ട് ആരോഗ്യമുള്ളതിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, വേറെ വേറെ നട്ടാൽ മതി. ഇനി കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കുത്തനെ വെള്ളം ഒഴിക്കാതിരിക്കുക. നമ്മളെപ്പോഴും വിത്തുകൾ പാകുമ്പോൾ പുട്ടിൻ്റെ നനവുള്ള മണ്ണായിരിക്കണം. ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ രാവിലെ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കാം. ഒരുപാട് മഴ പെയ്യുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക. ഇനി ഒരു 6 പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് ആരോഗ്യമുള്ളതിനെയൊക്കെ നമുക്ക് മാറ്റി നടാം. അപ്പോൾ ഇനി നമുക്ക് വിത്ത് പാകിയതിന് ശേഷം ഇനി വളർന്നു നിൽക്കുന്നതായ കുക്കുംബറിനെ കാണാം. അതിനകത്തിന് എന്തൊക്കെ വളപ്രയോഗമൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കുക്കുംബറൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ 35, 40, 45 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴത്തെ മുട്ടുകൾ മുതലേ നമുക്ക് വിളവുകൾ കായ്കൾ പിടിച്ചു വരും. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കായ്കൾ നമുക്ക് പിച്ചാനായിട്ട് പരുവായി നിൽക്കുന്ന കായ്കളും ഒക്കെ ആയിട്ടാണ് കുറേ നിൽപ്പുണ്ട്. കണ്ടില്ലേ, അപ്പം നമ്മൾ ചെയ്യുന്ന വളപ്രയോഗത്തിൻ്റെ ഗുണം കൊണ്ടാണ് ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടാകുന്നത്. കണ്ട് ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. പിന്നെ കൊച്ചൊരു പന്തലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരുപാടൊന്നും നമ്മൾ നട്ടിട്ടില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ നട്ടിട്ടുള്ളൂ. ഇപ്പം കുക്കുംബറിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വെറും വയറ്റിൽ തന്നെ ഇതിൻ്റെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ഇത് കുക്കുംബർ നമുക്ക് കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതെല്ലാം നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ പിഞ്ചുകൾ ഇഷ്ടം പോലെ ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഇവിടെ എല്ലാം നിറയെ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അസിഡിറ്റിയൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഭക്ഷണത്തിനകത്തൊക്കെ എപ്പോഴും നമ്മൾ സലാഡൊക്കെ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടും, നമുക്കൊരു മാനസിക ഉല്ലാസവും കിട്ടും, അതിൻ്റെ ഗുണവും കൂടുതലായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചതെന്നും അതിൻ്റെ ടിപ്സുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സലാഡെന്ന് പറയുന്നത്. മറ്റേതൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശികൾക്കായിരുന്നു ഈ സലാഡൊക്കെ ഭയങ്കര ഇഷ്ടമെന്നുള്ളത്. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളവർക്കും നമ്മുടെ ആഹാരത്തിൽ കൂടുതലും സലാഡുകളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ കുക്കുംബർ ഏറ്റവും നല്ലതാണ് കേട്ടോ കുക്കുംബർ. അപ്പോൾ ഇതിനകത്ത് മഞ്ഞ ഇലകളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യോടെ നുള്ളി കളഞ്ഞേക്കണം. അതെല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് എല്ലാ പച്ചക്കറി കൃഷിയിലും പറയുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ളതായ ഇലകൾ, കേട് എന്ന് തോന്നുന്നതായ ഇലകളൊക്കെ നമ്മൾ അങ്ങ് നുള്ളിക്കളയുക. ഇതിൻ്റെ വളമെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ കൈവശമുള്ളതായ ജൈവ സ്ലറി സൂപ്പർ വളമാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ഞാൻ ചാരം കൊണ്ടൊരു വളം ചെയ്യുന്നുണ്ട്. ആ ചാരത്തിനകത്ത് ചാരം മാത്രം ഇട്ട് കൊടുത്തിട്ട്
നമ്മളൊരു ചെടിയെ വളർത്താൻ നോക്കരുത്. ചാരത്തിനോടൊപ്പം തന്നെ ഒന്നീ കഞ്ഞി വെള്ളത്തിൽ ചാരം കലക്കി ഒഴിക്കണം, അല്ലെങ്കിൽ ചാണകത്തിനകത്ത് ചാരം കലക്കി ഒഴിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ചിലരൊക്കെ ഉണ്ട് ഈ ചാരം മാത്രം ഇലയിലെല്ലാം അങ്ങ് തൂകി കൊടുക്കും, എന്നിട്ട് അത് അങ്ങനെ അങ്ങ് നിർത്തും. ഇലയൊക്കെ വാടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കീടങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. അഥവാ അങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ചാരം വിതറി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം ആ ഇലയിലൊക്കെ നിർത്തിയതിന് ശേഷം അത് ഉടനെ കഴുകി കളയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാരം മാത്രം നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കാതെ അതിൻ്റെ ഒപ്പം തന്നെ ഒന്നുകിൽ എല്ലുപൊടി അല്ലെങ്കിൽ സൂപ്പർ മീൽ എന്ന് പറയുന്നതായ ഒരു വളം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജൈവവളം അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കുറേ വളം അങ്ങ് ഇട്ട് കൊടുക്കുന്നതിലും ഭേദം കുറേശ്ശെ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറേ കൂടെ ബെറ്റർ. നമ്മൾ തന്നെ ഒരു ദിവസം ഒരു 2 ദിവസത്തേക്കുള്ള ഭക്ഷണം അങ്ങ് കഴിച്ചിട്ട് ഇരിക്കുകയാണോ? അല്ല, നമ്മൾ ഡെയിലി കഴിക്കുന്നുണ്ടല്ലേ. അപ്പം ഡെയിലി കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ. ചെടികൾക്കും അതുപോലെ തന്നെയാണ്. അളവ് കുറച്ചിട്ട് അവർക്ക് 2 ദിവസമോ 3 ദിവസമൊക്കെ കൂടുമ്പം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയെങ്കിൽ അവർ നന്നായിട്ട് വരികയും നമുക്ക് വേണ്ടതായ നല്ല വിളവ് തരികയും ചെയ്യും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ചാരം കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായ പന്ന ഇലകളൊക്കെ കാണും, മഞ്ഞ ഇലകൾ കാണും. അങ്ങനെയുള്ളതായ ഇലകളെയൊക്കെ നമ്മളങ്ങ് നുള്ളി മാറ്റിയേക്കാം. ചെറുതായിട്ട് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ മിക്സ് അതിനകത്തോട്ട് ഇടാം. നമ്മൾ ഏതൊരു വളം ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് വേണമെന്ന് അറിയാമോ? കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇതേപോലെ എല്ലാത്തിനും വളം ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 7 ഗ്രോ ബാഗിനകത്തോട്ട് ഞാൻ നട്ടിട്ടുണ്ട്. 7 ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. 7ൻ്റെയും ചുവട്ടിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞൊരു ഒരാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് വേണമെന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളത്തിനകത്ത് കടലപ്പിണ്ണാക്കൂടെ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പെൺപൂവും കൊഴിഞ്ഞു പോകാതെ നമുക്ക് കായ്കൾ തന്നെ കിട്ടും. പിന്നെ നമ്മുടെ ഈ ചെടികൾക്ക് എന്തെങ്കിലും കീടങ്ങളുടെ ബാധയുണ്ടെങ്കിൽ വിവേറിയ തളിച്ചു കൊടുക്കാം. പിന്നെ സ്യൂഡോമോണസ് 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിനും ഇതേപോലെ വളം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ 2 ടൈപ്പ് കുക്കുംബറിൻ്റെ വിത്തുകളുണ്ട്. ഒന്ന് സ്നോ വൈറ്റിൻ്റെ വിത്തുകളും അതുപോലെ സലാഡ് കുക്കുംബറിൻ്റെ വിത്തുകളും ഉണ്ട്. അപ്പം രണ്ടും നല്ല വിളവ് തരുന്ന ഒന്ന് തന്നെയാണ്. നല്ല പിടുത്തമൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല കെയർ കൊടുക്കാന്നുണ്ടെങ്കിലും നല്ല വളപ്രയോഗം ചെയ്യാന്നുണ്ടെങ്കിലും ഇതേപോലെ മുട്ടിന് ഇങ്ങനെ വരും. പിന്നെ ഒരു പ്രശ്നമെന്നൊക്കെ ചിലർ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത് സലാഡ് കുക്കുംബർ വിളവെടുക്കുമ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ കയർപ്പുണ്ടെന്നുള്ളതാണ്. അപ്പം ആ കയർപ്പ് ഇല്ലാതാക്കാനായിട്ട് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് വേണമെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വിളവെടുക്കുമ്പോഴോ കയർപ്പ് നമുക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് നമ്മളതിൻ്റെ തൊലിയൊക്കെ ചെത്തുന്നതിന് മുമ്പായിട്ട് എന്തുവേണമെന്ന് അറിയാമോ? ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ശരി ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത ഭാഗം എടുത്തിട്ട് നല്ലതുപോലെ ഇവിടെ ഇട്ടൊന്ന് ഇങ്ങനൊന്ന് പ്രസ് ചെയ്തിട്ട് കറക്കുക. അപ്പം വേണ്ടല്ലോ ഒരു പാല് പോലെ ഒരു സാധനം വരുന്നുണ്ടോ? അപ്പം അതിനെ നമ്മൾ അങ്ങ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കയർപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും. അതിൻ്റെ ഒരു കറ അതിനകത്ത് കാണും, കണ്ടില്ലേ? ഇങ്ങനെ ഈ കറ കാണും. അതിനെ അങ്ങ് കളഞ്ഞതിന് ശേഷം നമ്മൾ തൊലിയൊക്കെ മാറ്റിയിട്ട് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതേപോലെ പിഞ്ച് വീണതിന് ശേഷം ഉണ്ടല്ലോ, ഇത് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് പറിക്കാനുള്ള പരുവാകും. ഒരാഴ്ചയ്ക്ക് അപ്പുറം നമ്മൾ നിർത്തുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പറിച്ചിട്ട് കാര്യമില്ല. പിന്നെ അതിനകത്ത് അരിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ
അത്രയും ടേസ്റ്റ് നമുക്ക് തോന്നത്തില്ല. പിന്നെ നമുക്കത് വിത്തിനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ടൈമിൽ തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ഓടി വന്നൊന്ന് വിളവെടുത്ത് നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം കുക്കുംബർ നമുക്ക് ഗ്രോ ബാഗിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പറമ്പിലും നമുക്ക് നന്നായിട്ട് നടാം. പറമ്പിൽ നടുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു പിഞ്ചൊക്കെ വീഴുമ്പോഴത്തേക്ക് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഓലയോ എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ കിടന്നങ്ങ് വളർന്നോളും. അതെല്ലാം മണ്ണുമായിട്ട് ഡയറക്റ്റ് കിടക്കുകയെന്നുണ്ടെങ്കിൽ കീടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടായിട്ട് അത് പെട്ടെന്ന് നശിച്ചു പോകാനായിട്ട് ഇടവരും. അങ്ങനെ അങ്ങോട്ട് ഒന്ന് ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുക്കുംബർ കൃഷി നമുക്ക് 100 മേനി വിളവ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വ്യാവസായികമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു വരുമാനം. കാരണം എല്ലാ സീസണിലും ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ എപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ വീട്ടമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രോ ബാഗിനകത്ത് നടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ളതായ കുക്കുംബർ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് കൊടുക്കുകയും ചെയ്യാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും കുക്കുംബറൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് പറയുന്ന ഒരു പരാതി എന്താണെന്ന് അറിയാമോ? ആദ്യം എന്ന് പറഞ്ഞാൽ കൈക്കുമെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മുടെ ആൺപൂക്കളൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെയാണ് ഉണ്ടാകുന്നത്. പെൺപൂക്കൾ എന്ന് പറഞ്ഞാൽ കായോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കായോടുകൂടി വരുന്നതെല്ലാം കുറേ നിൽപ്പുണ്ട്. ഈ നിൽക്കുന്ന എല്ലാം പൂക്കൾ ഇതെല്ലാം പെൺപൂക്കളാണ് കേട്ടോ. പെൺപൂക്കളിനകത്ത് കായ്കൾ കാണും. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിലും ആർക്കും കുക്കുംബർ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുക്കുംബർ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ നടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല ശീതകാല പച്ചക്കറി വിത്തുകളും അല്ലാത്ത പച്ചക്കറി വിത്തുകളും എല്ലാം എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും നടാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മത്തൻ്റെ കൃഷിയായിരുന്നു കാണിച്ചിരുന്നത്. മത്തൻ എങ്ങനെ നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതും നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെയൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ മത്തൻ കൃഷി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.